ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാമിലെ 13ാമത്തെ പാഠം ഹലാലൻ ത്വയ്യിബൻ എന്ന പാഠത്തിൻ്റെ റിവിഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠത്തിൽ പരാമർശിച്ച ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള സംഭാഷണം ചുരുക്കി എഴുതുക. പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ പറയുന്നുണ്ട്, അത് സംഭാഷണം ചുരുക്കി എഴുതാനാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പൊരിച്ച ഉടുമ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിക്കാൻ വിസമ്മതിച്ചു. ഉടുമ്പ് ഹറാമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഭക്ഷണമായതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണമല്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ്, അത് മനസ്സിലാക്കുക. ഉടുമ്പിനെ കഴിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉടുമ്പിനെ കഴിക്കുന്നതിൻ്റെ വിധി ഹലാലാണ്, അത് ഭക്ഷ്യയോഗ്യമാണ്, മനസ്സിലാക്കുക. അടുത്ത് ഭക്ഷ്യയോഗ്യമായ ജീവികൾ ഏതൊക്കെ? ആട്, മാട്, ഒട്ടകം, മാൻ, മുയൽ, ഉടുമ്പ്, ഒട്ടകപ്പക്ഷി, താറാവ്, കോഴി, പ്രാവ്, കാട, കൊറ്റി, കുരുവി, മത്സ്യം, വെട്ടുകിളി തുടങ്ങിയവയൊക്കെ ഭക്ഷ്യയോഗ്യമായ ജീവികളാണ്. ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികൾ ഏതൊക്കെ? നായ, പന്നി, ചെന്നായ, സിംഹം, പുലി, ആന, കുരങ്ങൻ, പൂച്ച, കുറുക്കൻ, പരുന്ത്, ചെമ്പോത്ത്, കാക്ക, കഴുകൻ, മയിൽ, മൂങ്ങ, തത്ത, വവ്വാൽ, മരംകൊത്തി, മുതല, തവള, ആമ, പല്ലി, ഓന്ത്, വണ്ട്, പാമ്പ്, തേള്, എലി, തേനീച്ച, ഈച്ച തുടങ്ങിയ ജീവികളൊക്കെ ഭക്ഷ്യയോഗ്യമല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളിൽ നിന്ന് തിരഞ്ഞെടുക്കാനൊക്കെ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കി വെക്കുക. അടുത്തത്, അറവ് നടത്താതെ കഴിക്കാൻ പറ്റിയ ജീവികൾ ഏതൊക്കെ? അറവ് നടത്താതെ ഏതൊക്കെയാണ്? മത്സ്യവും വെട്ടുകിളിയും അറവ് നടത്താതെ കഴിക്കാൻ പറ്റിയ ജീവിയാണ്. അടുത്തത്, അറവിൻ്റെ നിബന്ധനകൾ ഏതൊക്കെ? അറവിൻ്റെ നിബന്ധനകൾ: അറവ് നടത്തുന്നവൻ മുസ്ലിം ആവുക, അറവിൻ്റെ സമയം യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടാവുക, അറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക, ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക തുടങ്ങിയവയാണ് അറവിൻ്റെ നിബന്ധനകൾ. അടുത്തത്, ഭക്ഷ്യയോഗ്യമായ ജീവികളിൽ പിടിക്കാൻ കഴിയാത്ത ജീവികളെ ഏത് രൂപത്തിലാണ് പിടിക്കേണ്ടത്? പിടിക്കാൻ കഴിയാത്ത ജീവികളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എറിഞ്ഞോ പരിശീലനം ലഭിച്ച വേട്ടനായയെ അയച്ചോ പിടിക്കാവുന്നതാണ്. മൂർച്ചയേറിയ ആയുധം എറിഞ്ഞോ ആണ് ഭക്ഷ്യയോഗ്യമായ ജീവികളെ, പിടിക്കാൻ കഴിയാത്ത ജീവികളെ പിടിക്കേണ്ടത്, മനസ്സിലാക്കാം. പിടിക്കപ്പെട്ട ജീവിക്ക് യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടെങ്കിൽ അറവ് നടത്തേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ എന്തു ചെയ്യണം? പിടിക്കപ്പെട്ട സമയത്ത് യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടെങ്കിൽ അറവ് നടത്തണം, അല്ലെങ്കിൽ അറവ് നടത്താതെ ഭക്ഷിക്കാവുന്നതാണ്, മനസ്സിലാക്കുക. അറവിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? അറവ് നടത്തുന്നവൻ പുരുഷനാവുക, ജീവിക്കാനാവാത്ത വിധം ആയുധം മൂർച്ച കൂട്ടുക, അതിന് വെള്ളം കൊടുക്കുക, അറക്കാൻ മൃദുവായ വിധത്തിൽ കൊണ്ടുപോവുക, കിബിലക്ക് മുന്നിട്ട് അറവ് നടത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറയുക, അറവ് വേഗം പൂർത്തിയാക്കുക തുടങ്ങിയവ അറവിൻ്റെ സുന്നത്തുകളാണ്. അറവിൻ്റെ സുന്നത്തുകൾ മനസ്സിലാക്കുക. അടുത്ത്, ഉൽഹിയത്ത് സുന്നത്താണ് ആർക്ക്?
കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും മുഅക്കദായ സുന്നത്താണ്, ശ്രേഷ്ഠമായ സുന്നത്താണ് ഉളുഹിയ്യത്ത്. ബലിപെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പുണ്യമായ കർമ്മമാണ് ഏത്? ബലിപെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മമില്ല. ഉളുഹിയ്യത്തിനേക്കാൾ പ്രതിഫലാർഹമുള്ള മറ്റൊരു പ്രത്യേക കർമ്മമില്ല. മനസ്സിലാക്കുക. ഉളുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതൊക്കെ? 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉളുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ. ഉളുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഉളുഹിയ്യത്തിന് അനുവദനീയമാകാതിരിക്കും. എങ്ങനെയുള്ള മൃഗങ്ങളാണ് ഉളുഹിയ്യത്തിന് പറ്റാതിരിക്കുക? പറ്റുന്ന മൃഗങ്ങൾ തന്നെ പറ്റാതിരിക്കും. എപ്പോഴാണ്? ബലിമൃഗത്തിന് മാംസത്തിന് കുറവ് വരുത്തുന്ന ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല. ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ച് മാറ്റിയത് ഉളുഹിയ്യത്തിന് പറ്റില്ല. ഭ്രാന്ത്, മുടന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ളതും പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞതും ഗർഭമുള്ള മൃഗവും ഉളുഹിയ്യത്തിന് യോഗ്യമല്ല. അപ്പോൾ ഉളുഹിയ്യത്തിന് യോഗ്യമല്ലാതെ അവിടെ പാഠഭാഗത്ത് നോക്കിയിട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഉളുഹിയ്യത്തിന് നിയ്യത്ത് വെക്കണം എപ്പോൾ? ഉളുഹിയ്യത്തിന് നിയ്യത്ത് വെക്കണം എപ്പോഴാണ്? അറവ് നടത്തുന്ന സമയത്തോ ഉളുഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. അറവ് നടത്തുന്ന സമയത്തോ ഉളുഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. മനസ്സിലാക്കുക. എന്താണ് ഉളുഹിയ്യത്തിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്? എന്താണ്? സുന്നത്തായ ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി എന്നതാണ് നിയ്യത്ത്. സുന്നത്തായ ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി എന്നതാണ് നിയ്യത്ത്. ഉളുഹിയ്യത്തിൻ്റെ അറവ് നടത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? ഉളുഹിയ്യത്ത് അറവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഉളുഹിയ്യത്ത് അറവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഒരാടിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? ഒന്നിലധികം ആളുകൾ ചേർന്ന് ഒരാടിനെ ഉളുഹിയ്യത്തറുക്കാൻ പറ്റില്ല. മനസ്സിലാക്കുക. ഒരാടിൽ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് ഉളുഹിയ്യത്തറുക്കാൻ പറ്റില്ല. മാട്, ഒട്ടകം എന്നിവയിൽ എത്ര ആളുകൾക്ക് വരെ ഷെയർ കൂടാം? മാട്, ഒട്ടകം എന്നതിൽ 7 ആൾക്ക് വരെ പങ്കു ചേരാവുന്നതാണ്. മനസ്സിലാക്കുക. അടുത്തത്, ഉളുഹിയ്യത്ത് മൃഗത്തിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെ? തടിച്ചു കൊഴുത്തതാവുക, ആൺമൃഗമാവുക, കൊമ്പുള്ളതാവുക തുടങ്ങിയവ ഉളുഹിയ്യത്ത് മൃഗത്തിൻ്റെ സുന്നത്താണ്. തടിച്ചു കൊഴുത്തതാവുക, ആൺമൃഗമാവുക, കൊമ്പുള്ളതാവുക എന്നിവ ഉളുഹിയ്യത്ത് മൃഗത്തിൻ്റെ സുന്നത്താണ്. മനസ്സിലാക്കുക. ഉളുഹിയ്യത്ത് മാംസം വിതരണം ചെയ്യേണ്ടത് ആർക്ക്? പാവപ്പെട്ട മുസ്ലിങ്ങളാണ് ഉളുഹിയ്യത്ത് മാംസത്തിൻ്റെ അവകാശികൾ. മനസ്സിലാക്കുക. ഈ മൃഗത്തിൻ്റെ ഒന്നും വിൽക്കാനോ നശിപ്പിക്കാനോ കൂലിയായി നൽകാനോ പാടില്ല. ഏതു മൃഗത്തിൻ്റെത്? ഉളുഹിയ്യത്ത് മൃഗത്തിൻ്റെ ഒന്നും വിൽക്കാനോ നശിപ്പിക്കാനോ കൂലിയായി നൽകാനോ പാടില്ല. ബർക്കത്തിന് വേണ്ടി കുറച്ചെടുത്ത് ബാക്കിയെല്ലാം സ്വതക്ക ചെയ്യണം. മനസ്സിലാക്കുക. ഉളുഹിയ്യത്തിൻ്റെ മാംസം ഈ രീതിയിൽ വിതരണം നടത്തലാണ് ഉത്തമം. ഏത് രീതിയിൽ? ബർക്കത്തിന് വേണ്ടി കുറച്ചെടുത്ത് ബാക്കിയെല്ലാം സ്വതക്ക ചെയ്യലാണ് ഉത്തമം. ബർക്കത്തിന് വേണ്ടി കുറച്ചെടുത്ത് ബാക്കിയെല്ലാം സ്വതക്ക ചെയ്യലാണ് ഉത്തമം. ആ രീതിയിലാണ് വിതരണം നടത്തേണ്ടത്. മനസ്സിലാക്കുക. ഉളുഹിയ്യത്ത് ഉദ്ദേശിച്ചവന് കറാഹത്താണ് എന്തെല്ലാം? ഉളുഹിയ്യത്ത് ഉദ്ദേശിച്ചവന് ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ നഖം, മുടി നീക്കൽ കറാഹത്താണ്. നഖവും മുടിയും നീക്കല് കറാഹത്താണ്. ഉളുഹിയ്യത്തിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാം? പുരുഷൻ സ്വന്തമായി അറവ് നടത്തുക. അറവിന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നവൻ അറവ് നടത്തുന്ന സ്ഥലത്ത് ഹാജരാവുക. ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീറും ബിസ്മിക്കു ശേഷം 3 തക്ബീറും ചൊല്ലുക. തുടർന്ന് അല്ലാഹുമ്മ ഹാദിഹി മിൻക വൈലൈക ഫതഖബ്ബല മിന്നി എന്ന് പറയുക.
തുടങ്ങിയവ ഉളുഹിയത്തിൻ്റെ സുന്നത്തുകളാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ് അക്കീക്ക? എന്താണ് അക്കീക്ക? കുട്ടി ജനിച്ചതിൽ അല്ലാഹു തആലാക്ക് ശുക്ർ നടത്തുന്ന അറവാണ് അക്കീക്ക. കുട്ടി ജനിച്ചതിൽ അല്ലാഹു തആലക്ക് ശുക്രായി നടത്തുന്ന അറവാണ് അക്കീക്ക. അക്കീക്കത്തറുക്കൽ രക്ഷിതാവിന് സുന്നത്താകും എപ്പോൾ? അക്കീക്കത്തറുക്കൽ രക്ഷിതാവിന് സുന്നത്താകുന്നത് എപ്പോഴാണ്? ജനിച്ചതു മുതൽ 60 ദിവസത്തിന് മുമ്പ് രക്ഷിതാവ് കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ അക്കീക്കത്ത് സുന്നത്താവുകയുള്ളൂ. ജനിച്ചത് മുതൽ 60 ദിവസത്തിന് മുമ്പ് രക്ഷിതാവ് കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ അക്കീക്കത്ത് സുന്നത്താകൂ. മനസ്സിലാക്കാം. എത്ര കാലം വരെയാണ് അക്കീക്ക അറുക്കൽ എന്ന സുന്നത്ത് രക്ഷിതാവിന് കടമയായിട്ടുള്ളത്? എത്ര കാലം വരെയാണ്? പ്രായപൂർത്തിയാകുന്നത് വരെ അറവ് നടത്തലാണ് രക്ഷിതാവിന് സുന്നത്തായിട്ടുള്ളത്. പ്രായപൂർത്തിയാകുന്നത് വരെയാണ് രക്ഷിതാവിന് അക്കീക്ക അറുക്കൽ സുന്നത്തായിട്ടുള്ളത്. അക്കീക്ക അറുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മകന് അറുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? പ്രായപൂർത്തിയാകുന്നത് വരെ അറവ് നടത്തിയില്ലെങ്കിൽ അവന് തന്നെ അക്കീക്ക അറുക്കാവുന്നതാണ്. മകന് തന്നെ അക്കീക്ക അറുക്കാവുന്നതാണ്. മനസ്സിലാക്കുക. അടുത്തത് അക്കീക്ക അറുക്കൽ സുന്നത്താണ് ഈ ദിവസത്തിൽ. ഏത് ദിവസത്തിലാണ് അക്കീക്ക അറുക്കൽ സുന്നത്തുള്ളത്? ജനിച്ച 7-ാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്. ജനിച്ച 7-ാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്. 14, 21, 28, 14, 21, 28 എന്നീ ദിവസങ്ങളിലും അക്കീക്ക അറുക്കാവുന്നതാണ്, അറവ് നടത്താവുന്നതാണ്. മനസ്സിലാക്കുക. 7-ാം ദിവസം നടന്നില്ലെങ്കിൽ 14, 21, 28 എന്നീ ദിവസങ്ങളിലും ആവർത്തിച്ച് വരുന്ന ദിവസങ്ങളിൽ അറവ് നടത്താവുന്നതാണ്. മനസ്സിലാക്കുക. അക്കീക്ക അറുക്കാൻ ഏതു മൃഗത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അക്കീക്ക അറുക്കാൻ ഉളുഹിയത്തിന് യോഗ്യമായ മൃഗം തന്നെയാണ് അക്കീക്കയുടെയും മൃഗം. ഉളുഹിയത്തിന് യോഗ്യമായ മൃഗം തന്നെയാണ് അക്കീക്കക്കും തിരഞ്ഞെടുക്കേണ്ടത്. അക്കീക്കയുടെ സുന്നത്തുകൾ ഏതെല്ലാം? അക്കീക്കയുടെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? ആണിന് 2 ആട്, പെണ്ണിന് 1 ആട് അറുക്കുക. ആണിന് 2 ആടും പെണ്ണിന് 1 ആടും അറുക്കുക. പേര് വിളിച്ചതിന് ശേഷം മുടി കളയുന്നതിന് മുമ്പാവുക. സൂര്യോദയ സമയത്താവുക. അറക്കുന്ന സമയം ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക വ ഇലൈക അല്ലാഹുമ്മ ഹാദിഹി അക്കീക്കത്തു ഫുലാൻ എന്നിടത്ത് കുട്ടിയുടെ പേര് ചേർക്കുക. ഇതൊക്കെ പറയൽ അക്കീക്കയുടെ സുന്നത്താണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. 13ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.